ഹലോ ഓൾ, വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗൈഡ്. അപ്പം കുറച്ചധികം ദിവസത്തിന് ശേഷം നമ്മൾ പോസ്റ്റ് മാർക്കറ്റ് സെഷനായിട്ട് വരികയാണ്. അപ്പോൾ എല്ലാവരും ഇന്ന് ട്രേഡ് ചെയ്തോ അതോ ഒന്ന് മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുകയാണ് ചെയ്തത്. സോ ഇന്ന് ഞാൻ അധികം പൊസിഷൻസ് ഒന്നും എടുത്തിട്ടില്ല, ലൈറ്റ് ആയിട്ടുള്ള പൊസിഷൻസ് മാത്രമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ മാർക്കറ്റിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ 26,320 നമ്മൾ മുകളിൽ വരച്ചിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ പോസ്റ്റ് മാർക്കറ്റ് സെഷൻ കണ്ടവർക്ക് അറിയാം. അപ്പോൾ ഈ ഏരിയയിൽ നിന്ന് മാർക്കറ്റ് സപ്ലൈ അടിക്കുക തന്നെയാണ് ഉണ്ടായത്. അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ഉണ്ടായി. അപ്പോൾ നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ തന്നെ മാർക്കറ്റിൽ ഈ ഒരു സപ്ലൈ വരെ പോയി ആൻഡ് സപ്ലൈയിൽ നിന്ന് തിരിച്ചെത്തി ആൻഡ് തിരിച്ച് ഒരു പുൾ ബാക്ക് തന്നു ആൻഡ് വീണ്ടും കണ്ടിന്യൂവേഷൻ തന്നെയാണ് തന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു സപ്ലൈ അല്ലെങ്കിൽ ഒരു സെല്ലേഴ്സിന്റെ പ്രസൻസ് നിഫ്റ്റിയുടെ ഒരു ചാർട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ആൻഡ് മാർക്കറ്റ് ഈ ഒരു നെക്ക് ലൈനിൽ വന്നാണ് മാർക്കറ്റ് ഡിമാൻഡ് എടുത്ത് നിൽക്കുന്നത്. സോ ഈ ഒരു ഏരിയ നാളത്തെ ദിവസം എന്താ ഓപ്പണിംഗിൽ ബ്രേക്ക് ചെയ്തിട്ടില്ലെങ്കിൽ വേണ്ടി നമുക്ക് ഈ ഒരു സപ്ലൈയിലേക്ക് വീണ്ടും ഒരു ടെസ്റ്റിംഗ് ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഈ ഒരു സപ്ലൈയിലേക്ക് മാർക്കറ്റ് ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്തില്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, അപ്പോൾ നാളെ ഡൗൺ സൈഡ് കണ്ടിന്യൂഷൻ ആണെങ്കിൽ മാർക്കറ്റിന് ഏറ്റവും കൂടുതൽ ഈ ഒരു ഏരിയ 25,770 എന്നുള്ള ഏരിയയിലേക്ക് മാർക്കറ്റ് ടെസ്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. കാര്യം അത്യാവശ്യം നല്ലൊരു ഡിമാൻഡ് ഏരിയ ഇതാണ്. അതിൻ്റെ ഒരു ഇൻഡ്യൂസ്മെന്റ് സോൺ ഇവിടെ ഉണ്ട്. 25,860 നിങ്ങൾ കണ്ടിട്ടുണ്ട്, മുന്നേ ഒന്ന് ഇൻഡ്യൂസ്മെന്റ് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ഏരിയ എനിക്ക് തോന്നുന്നു കുറച്ച് അട്രാക്റ്റീവ് ആയിട്ടുള്ള സോണാണെന്ന് തോന്നുന്നു. അപ്പോൾ 25,790 ഒരു റീടെസ്റ്റ് നമ്മൾ പ്രതീക്ഷിച്ച് വേണം നാളത്തെ ദിവസം മുൻപോട്ട് പോകാം. നമുക്ക് നിഫ്റ്റി ബാങ്കും കൂടെ എടുത്ത് നോക്കാം എന്താണ് അവസ്ഥ എന്ന്. നിഫ്റ്റി ബാങ്കിന്റെ ചാർട്ട് നോക്കിയാലും കണ്ടില്ലേ, ഇപ്പോൾ രണ്ട് ഏരിയ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് സോൺ ഈ 58,140 ആൻഡ് 59,420. അപ്പോൾ ഈ 420 എന്നുള്ള റേഞ്ചിൽ മാർക്കറ്റ് ഹോൾഡ് ചെയ്തിട്ടില്ല. സോ മാർക്കറ്റ് അതിൽ നിന്ന് ഡൗൺ സൈഡ് വരികയാണ് ഉണ്ടായത്. അതിന്റെ കണ്ടിന്യൂഷൻ ആണ്, ഒരു സെല്ലിംഗ് പ്രഷർ മാർക്കറ്റ് കണ്ടിന്യൂ ചെയ്യുകയാണ്. മാർക്കറ്റ് ഡിമാൻഡ് എടുക്കാൻ പോസിബിലിറ്റി ഉള്ള ഒരു സോൺ 58,600 എന്നുള്ള ഈ ഏരിയ ആണ്. അപ്പോൾ നമുക്ക് നാളത്തെ ദിവസം ഈ ഏരിയ ടെസ്റ്റ് ചെയ്യാൻ പോസിബിലിറ്റി ഉണ്ടോ എന്ന് രാവിലത്തെ പ്രീ മാർക്കറ്റ് സെഷനിൽ ഞാൻ കുറച്ചും കൂടെ വെളിപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ സ്റ്റോക്സ് എന്തൊക്കെയാണ്, ഇന്നത്തെ പെർഫോമൻസ് നമുക്ക് നോക്കാം. അപ്പോൾ അധികം സ്റ്റോക്സ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല, കാര്യം മാർക്കറ്റ് പെർഫോം ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അധികം സ്റ്റോക്സ് ഒന്നും ഞാൻ ഫോക്കസ് ചെയ്തിട്ടില്ല. ജസ്റ്റ് മാറി നിൽക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ടോപ്പ് ഗെയിനേഴ്സിൽ ഏഷ്യൻ പെയിന്റ്സ്, ഡോക്ടർ റെഡ്ഡി, മാരുതി സുസുക്കി, ഭാരതി എയർടെൽ, HUL ഉണ്ടായിരുന്നു. ടോപ്പ് ലൂസേഴ്സിലാണെങ്കിൽ ഇൻഡിഗോ, ആക്സിസ് ബാങ്ക്, റിലയൻസ്, ICICI ബാങ്ക്, HDFC ബാങ്ക് ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ ഫോക്കസിൽ ഒരു സ്റ്റോക്ക് ഞാൻ പറയാം. ബെൽറൈസ് എന്നാണ് സ്റ്റോക്കിൻ്റെ പേര്. അപ്പോൾ ഞാനത് ഓൾറെഡി ചെറിയൊരു പോർഷൻ ഞാൻ എൻട്രി എടുത്തിട്ടുണ്ട് ബെൽറൈസ്. അപ്പം ബെൽറൈസ് നോക്കുകയാണെങ്കിൽ എനിക്ക് കുറച്ച് സ്ട്രക്ചർ വൈസ് എന്താ പറയുക, ഞാൻ ബുള്ളിഷ് ആണ് ബെൽറൈസിൽ. അതുകൊണ്ടാണ് ബെൽറൈസിൽ ചെറിയൊരു ക്വാണ്ടിറ്റി ഞാൻ എൻട്രി ചെയ്തിട്ടുള്ളത്. 170 റേഞ്ചിലാണ് ഞാൻ എൻട്രി ചെയ്തിരിക്കുന്നത്. അപ്പോൾ ക്ലോസിങ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്ലോസിംഗ് ആണ്. അപ്പോൾ നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ചെറിയ ഏരിയ ഉണ്ടല്ലേ, 165 to 175 റേഞ്ച് കുറച്ച് സപ്ലൈ റേഞ്ചാണ്. മാർക്കറ്റ് ആ സപ്ലൈ ബ്രേക്ക് ചെയ്യാനുള്ള അറ്റംപ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നാളെ ഇതിൽ ബെൽറൈസിൽ ഒരു കണ്ടിന്യൂഷൻ പ്രതീക്ഷിക്കണമെങ്കിൽ 172 സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് ചെയ്താൽ മേ ബി നമുക്കൊരു കണ്ടിന്യൂഷൻ മൂവ്മെന്റ് ബെൽറൈസിലുണ്ടാവും. 190 ടാർഗറ്റ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇപ്പം ബെൽറൈസ് നാളെ ഫോക്കസിലുണ്ട്. ഇപ്പം കുറച്ച് ക്വാണ്ടിറ്റിയും കൂടെ ആഡ് ചെയ്യുന്നതിന് നാളെ ഈ ഒരു ഏരിയ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ, കുറച്ച് ഈ ഒരു ഏരിയയിലുള്ള പ്രൈസ് ആക്ഷൻ അത്യാവശ്യം നല്ല പ്രൈസ് ആക്ഷൻ ആയതുകൊണ്ടാണ് ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി ആഡ് ചെയ്തത്. അപ്പോൾ നാളത്തെ കാര്യം നമുക്ക് ഞാൻ പറയാം. രാവിലെ ഞാൻ മെയിൻ ഗ്രൂപ്പിലെല്ലാം അപ്ഡേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് ബെൽറൈസ്. ഓക്കെ, അപ്പോൾ വേറെ സ്റ്റോക്ക് എന്ന് പറയുന്നത് ഡ്രഡ്ജിങ് കോർപ്പറേഷൻ ആണ്. അത്യാവശ്യം നല്ല രീതിയിൽ ഞാൻ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നും കണ്ടിന്യൂഷൻ മൂവാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ശേഷം യൂണിക് പാർട്സ്, ഇങ്ങനെ കുറച്ച് സ്റ്റോക്സുകളുണ്ട്. ഇത് ഓൾറെഡി എൻ്റെ ഒരു സ്റ്റോക്കാണ്. എന്തായാലും മൂവ്മെന്റ് നമ്മൾ വാച്ച് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. പിന്നെ ഒരു സ്റ്റോക്ക് അതിലോട്ടോയാണ്. അതിലോട്ടോ ഞാൻ ഹോൾഡ് ചെയ്യുന്നുണ്ട് കുറച്ച് ക്വാണ്ടിറ്റീസ്. ഈ ഒരു ഡിമാൻഡ് ഏരിയയിൽ നിന്ന് മാർക്കറ്റ് റിവേഴ്സൽ ഉണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതിലോട്ട് 530 റേഞ്ച് വരെയൊക്കെയാണ് മൂവ്മെന്റ് പ്രതീക്ഷിക്കുന്നത്. അത്യാവശ്യം നല്ല റിസൾട്ട് വന്ന സ്റ്റോക്കാണ്. സോ അതിലോട്ടേയും നമ്മുടെ വാച്ച് ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് ടാർഗറ്റ് അടിച്ചൊരു സ്റ്റോക്ക് ഉണ്ട്, നമ്മുടെ പബ്ലിക് ഗ്രൂപ്പിൽ ഇട്ടിരുന്ന സ്റ്റോക്കാണ്. ഓൾമോസ്റ്റ് നല്ലൊരു 10-12% മുകളിൽ പ്രോഫിറ്റ് ആയിട്ടുണ്ട് നമുക്ക്. ജംന ഓട്ടോ ഇപ്പോൾ നമ്മൾ ഈ റേഞ്ചിലാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തത്. ശേഷം നമ്മൾ 102 റേഞ്ചിൽ നിന്ന് നമ്മൾ എൻട്രി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പബ്ലിക് ഗ്രൂപ്പിൽ ഇട്ടുണ്ട് 20%. ഓക്കെ, 20% മോസ്റ്റ്ലി നല്ലൊരു മൂവ്മെന്റ് ആണ്. ഞാൻ കൂടുതൽ ചെക്ക് ചെയ്തിട്ടില്ല. 103 ജസ്റ്റ് ട്രേഡ് അങ്ങ് റൺ ചെയ്യാനായിട്ട് വിട്ടതാണ്. 103 റേഞ്ചിൽ നിന്ന് 122 റേഞ്ചിലേക്ക് എന്തായാലും എത്തിയിട്ടുണ്ട്. അത് നല്ലൊരു മൂവ്മെന്റ് ആണ്. ഇപ്പോൾ ജംന ഓട്ടോയിൽ കണ്ടിന്യൂഷനുള്ള പോസിബിലിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചാൽ കണ്ടിന്യൂഷനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ എൻ്റെ സ്ട്രാറ്റജി മേ ബി നാളത്തെ ഓപ്പണിങ്ങിൽ ഞാൻ തീരുമാനിക്കും. ഒന്നെങ്കിൽ 120 ഈ റേഞ്ച് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഹോൾഡ് ചെയ്യും, അല്ലാത്ത പക്ഷം സെല്ല് ചെയ്ത ശേഷം ഒരു റീടെസ്റ്റ് വന്നാൽ ആഡ് ചെയ്യാനായിരിക്കും ഞാൻ നോക്കുന്നത്. ഇപ്പോൾ രണ്ട് രീതിയിൽ മാർക്കറ്റിൽ നമുക്ക് നോക്കാം. 140 ആയിരിക്കും ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സപ്ലൈ റേഞ്ച്. 140 റേഞ്ചിലായിരിക്കും മേജർ സപ്ലൈ ഉണ്ടാകുന്നത്. സോ അതായത് ഏരിയയിലെ തീരുമാനം, അതായത് നാളത്തെ ഒരു ട്രേഡിൻ്റെ ഒരു ഡയറക്ഷൻ നോക്കിയിട്ടായിരിക്കും ഞാൻ കൂടുതൽ ഡിസിഷൻ എടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും സ്റ്റോക്സ് ഇൻഡിവിജ്വലി ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. നമുക്ക് ആ സ്റ്റോക്സ് എല്ലാം ചെക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ താങ്ക് യു.